നമസ്കാരം. ദുരന്തർ സിനിമയുടെ ഒരു തരംഗമാണല്ലോ ഇന്ന് ഭാരതത്തിലൊട്ടാകെ. ദുരന്തറിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിരിക്കുന്നു. അതോടുകൂടി ദുരന്തർ എന്ന സിനിമ വീണ്ടും ചരിത്രമാകുന്നു എന്ന് മാത്രമല്ല, രാജ്യത്താകമാനം വലിയ തോതിൽ ചർച്ചാ വിഷയമാവുന്നുണ്ട്. ഈ സിനിമയിൽ കാണിക്കുന്ന, എന്നാൽ അധികമാരും ചർച്ച ചെയ്യാത്ത, പറയാത്ത, ശ്രദ്ധിക്കാത്ത ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അത് കഥാപാത്രം മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികൾ നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വൻ ഭീഷണി ഉയർത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദുരന്തറിൻ്റെ രണ്ടാം ഭാഗം കാണാത്തവർ വിഷമിക്കേണ്ടതില്ല. ആദ്യ ഭാഗത്തിലും അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. രണ്ടാം ഭാഗത്തിൽ അതേ സീൻ തന്നെ ആവർത്തിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദുരന്തറിൻ്റെ ഒന്നാം ഭാഗം കണ്ടവർ വളരെ കൃത്യമായിട്ട് ഈ കഥാപാത്രത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ കഥാപാത്രം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അജിത് ദോവൽ എന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഈ സിനിമയിലുള്ള കഥാപാത്രം അജയ് സന്യാൽ എന്ന കഥാപാത്രം ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ, ഇതിൻ്റെ രണ്ടാം ഭാഗത്തും ആദ്യ ഭാഗത്തും അത് പറയുന്നുണ്ട്, രണ്ടാം ഭാഗത്തും അത് ആവർത്തിക്കുകയാണ്, പറയുന്നുണ്ട്. എന്താണ്? ഇന്ത്യയുടെ ശത്രു, അതായത് ഹിന്ദുസ്ഥാൻ്റെ ശത്രുക്കൾ പുറത്തു മാത്രമല്ല അകത്തുമുണ്ട്. അകത്തുള്ളവർ കുറച്ചുകൂടി നമ്മൾ ഭയപ്പെടേണ്ടവരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് പലപ്പോഴും ആത്തിഖ് അഹമ്മദ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഭാഗത്തിലൊക്കെ കാണിക്കുന്ന ഇന്ത്യയിലെ ഒരു കുപ്രസിദ്ധ ഡോണായിരുന്നു. അയാളെ പരസ്യമായിട്ട് വെടിവെച്ച് കൊന്നുമൊക്കെ നമുക്ക് വാർത്തയിൽ അറിയാം. യഥാർത്ഥത്തിൽ അജിത് ദോവൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഉദ്ദേശിക്കുന്ന ആത്തിഖ് അഹമ്മദിനെ പോലെയുള്ള കുപ്രസിദ്ധ ഗുണ്ടകൾ അല്ലെങ്കിൽ മാഫിയ തലവന്മാർ, ISIയുടെ ചാരന്മാരൊക്കെയാണ് എന്ന് വിചാരിച്ചാൽ തെറ്റി. യഥാർത്ഥത്തിൽ ഞാൻ ഈ പറയുന്ന കഥാപാത്രത്തെ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ഡയലോഗ് ആദിത്യർ ആ സിനിമയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇനി ആരാണ് ഈ കഥാപാത്രം എന്നുള്ളതല്ലേ? യഥാർത്ഥത്തിൽ ഈ കഥാപാത്രം റോ എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഒരു ഘട്ടത്തിൽ തലവനായിരുന്ന AS ദൂലത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. അമർജിത് സിംഗ് ദൂലത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി വലിയ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ സർവീസ് ലൈഫിലും അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷവും ഉണ്ടായിട്ടുണ്ട്. ഈ AS ദൂലത്തിനെ ഓർമ്മിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈല് ഒരു പ്രത്യേകതയുള്ളതാണ്. ആ ഹെയർ സ്റ്റൈലൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രവും അജിത് ദോവലിൻ്റെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രവും അന്ന്, അതായത് IC-814 നേപ്പാളിൽ നിന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ വിമാനം പാകിസ്ഥാൻ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ ആ കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗ്, അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രം. ഇവർ 3 പേരും കൂടി ഇരിക്കുന്ന ഒരു ഫ്രെയിമുണ്ട്, അല്ലെങ്കിൽ ഒരു കഥാസന്ദർഭമുണ്ട് ദുരന്തർ 1. ആ സമയത്ത് അജിത് ദോവലിൻ്റെ കഥാപാത്രത്തോട് മറ്റേയാൾ ഈ AS ദൂലത്തിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട. അതായത് ഈ പറയുന്ന ഭീകരവാദികൾ ഭാരതത്തിൻ്റെ വിമാനം വരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഇനി ഈ ഭീകരവാദികളെ ഉള്ളിൽ ചെന്ന് നശിപ്പിക്കാതെ ഒരു നിവൃത്തിയുമില്ല. ഇവർക്കെതിരെ നമ്മൾ സ്ട്രാറ്റജി മാറ്റണം എന്നുള്ള ഒരു ഘട്ടത്തിൽ അത്തരം ഒരു ചർച്ചയിലാണ് ഈ AS ദൂലത്ത് വളരെ നിസ്സാരമായി അജിത് ദോവലിനോട് പറയുന്നത്, നിങ്ങളിവിടെ അകത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി, പുറത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അന്ന് യഥാർത്ഥത്തിൽ ഈ അജിത് ദോവൽ എന്ന് പറയുന്ന അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് കാണുന്ന അധികാരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം IBയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു, IBയുടെ ചീഫായിരുന്നു. അദ്ദേഹത്തിന് ഇൻറ്റേർണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് ഒക്കെ മാത്രമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ റോയായിരുന്നു വിദേശ വകുപ്പ് അല്ലെങ്കിൽ വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതിലേക്ക് അജിത് ദോവൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് AS ദൂലത്ത്. ആ കഥാസന്ദർഭം വളരെ കൃത്യമായിട്ട് തന്നെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അധികം ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അതിന് കാരണം AS ദൂലത്തിനെ കുറിച്ച് നമ്മൾ മലയാളികൾക്ക് അധികം അറിയാത്തതുകൊണ്ടാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകൾ അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോട് കാണിച്ച വലിയ പാതകങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ പെട്ടെന്ന് പറയുന്നതിന്, ഇദ്ദേഹം എങ്ങനെയാണ് റോ പോലെ ഒരു വലിയ വളരെ പ്രാധാന്യമുള്ള തന്ത്രപ്രാധാന്യമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് അദ്ദേഹത്തിന് വേണ്ടത്ര കണക്ഷൻസ് അന്ന് ദില്ലിയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഞാൻ മറുപടി പറയുള്ളൂ. യഥാർത്ഥത്തിൽ അന്ന് റോയിൽ ജോലി ചെയ്തിരുന്ന നിരവധി ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ റോയുടെ തലപ്പത്തെത്താനുള്ള എല്ലാവിധ ന്യായങ്ങളും ഉണ്ടായിരുന്നിട്ടും IBയിൽ നിന്ന് ഇദ്ദേഹത്തെ AS ദൂലത്തിനെ ഇവിടെ കൊണ്ടുവന്ന് റോയുടെ ചീഫാക്കുകയാണ് ചെയ്തത്. അത് വലിയ വിവാദവുമായിരുന്നു.
അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ താൻ ജോലി ചെയ്യുന്ന, താൻ ഹെഡ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യങ്ങൾക്ക് എതിരായിരുന്നു എന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. അദ്ദേഹത്തിന് അന്ന് ദില്ലിയിലുള്ള ബന്ധം മാത്രമാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് എത്തിച്ചതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടുള്ളൂ. ഇനി അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ഒന്ന്, ഈ നമ്മുടെ ദുരന്തർ സിനിമയിൽ തന്നെ കാണിക്കുന്ന IC-814 എന്ന് പറയുന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൻ്റെ ഹൈജാക്കിംഗ് ആണ്. ആ ഹൈജാക്കിങ്ങിൻ്റെ സമയത്ത് യഥാർത്ഥത്തിൽ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി, അവരുടെ സുരക്ഷിതത്വം എല്ലാവരുടെയും കൺസേൺ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഇത്രയും ആൾക്കാർ ഭീകരവാദികളുടെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. അത് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഒക്കെ അത് വലിയ തോതിൽ അതിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ആ വിമാനത്തിലുണ്ടായിരുന്നവരുടെ ബന്ധുക്കളൊക്കെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ധർണ നടത്തുകയൊക്കെ ചെയ്തു. അതൊക്കെ അന്ന് വാർത്തയിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റൊരു ആരും പറയാത്ത ഒരു വലിയ ആശങ്ക അന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾക്കും PMOയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ആ വിമാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗോസ്റ്റ് പാസഞ്ചർ ഉണ്ടായിരുന്നു. ഗോസ്റ്റ് പാസഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിമാനത്തിൻ്റെ രേഖകളിൽ ഈ പാസഞ്ചറിൻ്റെ പേരുണ്ടാവില്ല. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ പേരാണ് ശശിഭൂഷൺ സിംഗ് തോമർ എന്ന്. ശശിഭൂഷൺ SB തോമർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. SB തോമർ ആരായിരുന്നു? അന്ന് കാഠ്മണ്ഡുവിലെ റോയുടെ സ്റ്റേഷൻ ഹെഡായിരുന്നു SB തോമർ. ഈ SB തോമറും ഈ വിമാന റാഞ്ചലിൽ പെടുകയും ഭീകരവാദികളുടെ തടവിലാകുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ആരാണ് എന്ന് ഭീകരവാദികൾക്ക് പിടികിട്ടിയിരുന്നെങ്കിൽ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ തല അവർ വെട്ടുമായിരുന്നു. മറ്റൊരാളെ കൊന്നതുപോലെ അദ്ദേഹത്തെ വെട്ടുമായിരുന്നു. പക്ഷേ ഭീകരവാദികൾ അത് അവസാന നിമിഷം മാത്രമാണ് അറിഞ്ഞത്. അപ്പോഴേക്കും ചർച്ചകളൊക്കെ പുരോഗമിച്ച് അവരുടെ തമ്മിൽ ധാരണയായി. പക്ഷേ അതിനു മുമ്പ് തന്നെ ISIക്ക് ഈ വിവരം അറിയാമായിരുന്നു. ISIയിൽ ഈ വിവരം എത്തിയിരുന്നു. പലരും വിശ്വസിക്കുന്നത് AS ദൗലത്തിന് ISIയുമായിട്ടുള്ള കണക്ഷൻസിലൂടെയാണ് ഈ പറയുന്ന സ്വന്തം സഹപ്രവർത്തകൻ്റെ ജീവന് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന വിവരം അവിടെ പാകിസ്ഥാനിൽ എത്തിയതെന്നാണ്. എന്തുകൊണ്ടോ ISI ഈ വിവരം ഭീകരവാദികളെ അറിയിച്ചില്ലെന്ന് വേണം കരുതാൻ. എന്തായാലും ഈ ഡിസംബർ 27-ാം തീയതി 1999 ഡിസംബർ 27-ാം തീയതി ISIയുടെ പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഔദ്യോഗികമായിട്ട് അവർ ഒരു പ്രസ്താവന ഇറക്കി. ഇങ്ങനെ റോയുടെ ചീഫ്, സ്റ്റേഷൻ ഹെഡ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഭീകരവാദികൾ അത് അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടത്. അത് AS ദൗലത്താണ് ഇതിൻ്റെ പിന്നിലെ ഉത്തരവാദി എന്ന് അന്ന് തന്നെ ദില്ലിയിൽ വലിയ സംഭാഷണമുണ്ടായിരുന്നു, വലിയ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ AS ദൗലത്തിന് നേരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഇനി രണ്ടാമത്തേത് കശ്മീർ തീവ്രവാദവും പഞ്ചാബ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ പഞ്ചാബിയാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ചില നമ്മൾ കളിയാക്കി പറയാറുണ്ടല്ലോ, പൂക്കളെയും ശലഭങ്ങളെയും സ്നേഹിച്ച തീവ്രവാദി എന്നൊക്കെ. അപ്പം അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഭീകരവാദികളോട് വലിയ തോതിൽ മയപ്പെട്ട ഒരു നിലപാടെടുക്കുന്ന ആളായിരുന്നു AS ദൗലത്ത് എന്നുള്ള ആരോപണം വളരെ വ്യാപകമാണ്. അതായത് ഇദ്ദേഹം പലപ്പോഴും കശ്മീർ തീവ്രവാദികളുടെ അദ്ദേഹം വളരെ അനുനയത്തോടാണ് പെരുമാറുന്നത്. ഒരു അനുനയത്തോടെ പെരുമാറാൻ തീർച്ചയായിട്ടും സാധിക്കണം. അത് പൊളിറ്റീഷ്യൻസും മറ്റുദ്യോഗസ്ഥന്മാരും ചെയ്യേണ്ട കാര്യമാണ്. ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ചെയ്യേണ്ട പ്രവൃത്തിയല്ല. അദ്ദേഹം പലപ്പോഴും ഇവരോട് വളരെ അനുനയത്തോടെ പെരുമാറുകയും മയപ്പെട്ട നിലപാടെടുക്കുകയും ചെയ്തുകൊണ്ട് 1990, 1999, 2000 കാലഘട്ടത്തിൽ കശ്മീരിൽ അതിൻ്റെ ഭീകരവാദം അത് ഒന്നുകൂടി ശക്തമായി എന്നുള്ള ആരോപണവും ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് വേറെ അദ്ദേഹം സർവീസിലിരിക്കുമ്പോഴുള്ള മറ്റ് ആരോപണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, സമയക്കുറവുണ്ട്. പക്ഷേ നിരവധി ആരോപണങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ RNWൻ്റെ ചീഫായിട്ട് ഈ വർഷങ്ങളിൽ, പ്രധാനപ്പെട്ട നിർണായകമായ വർഷങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് എന്നുള്ളത് ഒന്നുകൂടി ദൗർഭാഗ്യകരമാണ്. പക്ഷേ AS ദൗലത്തിൻ്റെ വളർച്ച അതിനു മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ അതിനു മുമ്പുള്ളതാണ് എന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇനി റിട്ടയർ ചെയ്ത ശേഷം ഇദ്ദേഹം കാണിച്ച കാര്യങ്ങൾ അതിലും ഭീകരമാണ്. നിങ്ങൾ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ISIയുടെ ചീഫായിരുന്ന അസാദ് ദുറാനിയുമായിട്ട് ചേർന്ന് ഇദ്ദേഹം സ്പൈ ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതായത് നമ്മളെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന, നമ്മുടെ രാജ്യത്ത് നിരപരാധികളുടെ രക്തം ഒഴുക്കാൻ വേണ്ടി വലിയ തോതിൽ പ്രവർത്തിക്കുന്ന, അത് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന
ഒരു പ്രസ്ഥാനമാണ് ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ ഭീകര സംഘടന. ആ സംഘടനയുടെ തലപ്പത്തിരുന്ന അസാദ് ദുറാനിയുമായി ചേർന്ന് റോയുടെ ചീഫായിരുന്ന AS ദുലത്ത് പുസ്തകം എഴുതുകയാണ്. ആ പുസ്തകത്തിൽ അവരുടെ സംഭാഷണത്തിൻ്റെ രീതിയിലാണ് അവർ പരസ്പരം സംസാരിക്കുന്നു. ഒരു മാധ്യമപ്രവർത്തകനാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ബുക്കിലുടനീളം ഈ അസാദ് ദുറാനിയെ ഇദ്ദേഹം അതീവ ബഹുമാനത്തോടുകൂടി സർ എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്യുന്നതും സംസാരിക്കുന്നതും. ഇത് ഇന്നത്തെ ഭാരതത്തിൽ എന്തായാലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നു മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ ബുക്കിലും ഇദ്ദേഹത്തിൻ്റെ മറ്റുള്ള ചില പുസ്തകങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലും ഇദ്ദേഹം RNAWൻ്റെയും അതേപോലെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ്, അതേപോലെ മുൻകാലത്തും ഇക്കാലത്തുമുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ, അതായത് അസറ്റ്സിൻ്റെയും ഓഫീസർമാരുടെയും പേരുകൾ, അസറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ചാരന്മാരുടെ പേരുകൾ, നമ്മളുടെ ഓഫീസേഴ്സിൻ്റെ പേരുകൾ, ഇതൊക്കെ ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഇദ്ദേഹം പരസ്യമാക്കി എന്നുള്ള ആരോപണവും വളരെ ശക്തമാണ്. അങ്ങനെ ചില പേരുകൾ പരസ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആ ഓപ്പറേഷൻ അവസാനിച്ചു എന്ന് വേണം കരുതാൻ. ഇതിൽ തന്നെ പലരും പറയുന്നത് ഈ പറയുന്ന പേരുകൾ പുറത്തു വന്ന ആൾക്കാരെയൊക്കെ പാകിസ്ഥാൻ ISI കൈകാര്യം ചെയ്തു. അവരെയൊക്കെ ജീവനോടെ ഇപ്പോൾ കാണാൻ കിട്ടില്ല. കാരണം അവരെയൊക്കെ അന്ന് തന്നെ ISI കൊന്നിട്ടുണ്ടാവും. കാരണം ഇവരെല്ലാം പാകിസ്ഥാനിനുള്ളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ ആഘാതമാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിൽ AS ദുലത്ത് എന്ന് പറയുന്ന വ്യക്തി RNAWൻ്റെ റോയുടെ മുൻ ചീഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വ്യക്തിയെയാണ് വളരെ കൃത്യമായി ദുരന്തർ സിനിമയിൽ ആദ്യത്തെ ഭാഗത്തും രണ്ടാമത്തെ ഭാഗത്തും ഒരൊറ്റ സീനിലാണെങ്കിലും അദ്ദേഹത്തെ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. വളരെ സാമ്യമുള്ള ഒരു കഥാപാത്രമാണ് ഈ കഥാപാത്രത്തെ ആ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുസ്ഥാനിനുള്ളിൽ ശത്രുക്കളെന്ന് പറയുമ്പോൾ ആ ശത്രുക്കൾ ഏതെങ്കിലും മാഫിയ തലവനോ അല്ലെങ്കിൽ ISI ചാരന്മാരോ മാത്രമല്ല, നമ്മളുടെ സിസ്റ്റത്തിനകത്ത് തന്നെ ഇങ്ങനെ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഈ സിനിമ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു വിഷയം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, പഴയ ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം കൂടി ബോധ്യപ്പെടുത്താൻ. ഇപ്പോൾ ഈ ദുരന്തർ സിനിമയെക്കുറിച്ച് നിരവധി അവലോകനങ്ങളും നിരവധി വിമർശനങ്ങളും വരുന്നു. ഞാൻ ഒരു വിമർശനം ഒരു മഹതി ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. പക്ഷേ അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് 2014 മുമ്പിലുള്ള ഭാരതവും 2014 ശേഷമുള്ള ഭാരതവും തമ്മിലുള്ള വ്യത്യാസമാണ്. അന്ന് ഒരു ജീവിതകാലം മുഴുവൻ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുകയും ഭാരതത്തിൽ നിരപരാധികളുടെ രക്തം ചീന്തുകയും വലിയ തോതിൽ ഹിന്ദു വിരോധവും ഭാരത വിരോധവും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തവർക്കും ഒന്നും സംഭവിച്ചിരുന്നില്ല. അവർ സുഖമായി ജീവിക്കുകയും വലിയ സമ്പത്തുണ്ടാക്കുകയും വലിയ തോതിൽ കൂടുതൽ തീവ്രവാദികളെ പരിശീലിപ്പിക്കുകയും റിക്രൂട്ട് ചെയ്യുകയും ഭാരതത്തിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്ത ശേഷം ഒന്നുകിൽ വയസ്സായോ അല്ലെങ്കിൽ രോഗം വന്നോ മരിക്കുകയായിരുന്നു അവസ്ഥ. പക്ഷേ ഇന്ന് പാകിസ്ഥാനിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ മരണം ഉറപ്പാക്കാൻ മറ്റ് ചിലരൊക്കെയും. അതുതന്നെയാണ് ആദ്യത്തെ വ്യത്യാസം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഇത്തരം നിരവധി അകത്തും പുറത്തുമുള്ള ശത്രുക്കളുടെ പരീക്ഷണങ്ങൾ കൂടി നേരിട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മാത്രമല്ല ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രവർത്തിക്കുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം. ഇത് പാകിസ്ഥാൻ ISIയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. കാരണം അവരാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് പട്ടാളത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയക്കാരുടെയും അതേപോലെ രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കളുടെയും ഒക്കെ ഇടപെടലും അവരുടെ താല്പര്യങ്ങൾ, വിദേശ താല്പര്യങ്ങൾ ഒക്കെ പലപ്പോഴും നമ്മൾക്ക് വലിയ വിഘാതമായി വന്നിട്ടുണ്ട്. ആ വിഘാതങ്ങളൊക്കെ, ആ തടസ്സങ്ങളൊക്കെ മാറിയ വർഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം ഭാരതത്തിൻ്റെ സുരക്ഷയിലും കാണാനുണ്ട്. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.